ഇന്ന് നമ്മൾ കടലപ്പരിപ്പ് വെച്ചിട്ട് രണ്ട് തരം മിക്സ്ചറാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഒന്ന് ബോംബെ മിക്സ്ചറും പിന്നെ സാധാരണ നമ്മൾ കഴിക്കുന്ന എരിവിട്ട മിക്സ്ചറില്ലേ അതുമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് കടലപ്പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് സാധാരണ പരിപ്പല്ല കടലപ്പരിപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇതാ കടലപ്പരിപ്പ് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു തുണിയിലേക്കൊന്ന് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. പരിപ്പെല്ലാം നമ്മളൊരു ടർക്കിയുടെ മീതേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന്റെ വെള്ളം ഒന്ന് ഒപ്പിയെടുക്കണേ. അതേ പരിപ്പിലെ വെള്ളമെല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പ് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ പരിപ്പും നമ്മളൊരു പാനിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ കടലപ്പരിപ്പ് ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഞാൻ ഫ്ലെയിം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതാ പരിപ്പ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ കൈ വിടാതെ ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുവാണേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞ ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കടലപ്പരിപ്പിന്റെ ചൂട് ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എടുക്കാൻ പാകത്തിനുള്ള ചൂടായിരിക്കണം കേട്ടോ. ഓവറായിട്ട് ചൂട് പാടില്ല. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. അതാ പകുതിയോളം ഞാൻ ജാറിലേക്ക് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതാ പരിപ്പ് നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തരിയോട് കൂടിയിട്ടാണ് നമുക്ക് ഇതിൽ അടിഞ്ഞ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു തരി ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നല്ല പോലെ നമുക്ക് അടിഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നല്ല പൊടി പോലെ എങ്ങനെയെങ്കിലും നമുക്ക് ഇതൊന്ന് അടിഞ്ഞു കിട്ടും. നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കാം. നമ്മള് കടലപ്പരിപ്പ് നന്നായിട്ട് അരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറിയൊരു അരിപ്പയിലും കൂടി അരിച്ചെടുക്കണം. നന്നായിട്ട് പൊടി പോലെ വേണം നമുക്കിതൊന്ന് അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എന്റെ കയ്യിൽ അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ അരിക്കുന്ന അരിപ്പ ഇല്ല കേട്ടോ. ഈ ഒരു ചെറിയ അരിപ്പേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ ചെറിയ അരിപ്പയിലേക്ക് ഇട്ടിട്ടാണ് അരിച്ച് എടുക്കുന്നത്. നമ്മള് ചെറിയ അരിപ്പയില് അരിച്ചെടുത്തപ്പോ വന്ന തരിയാണ് കേട്ടോ. ഇതാ നോക്കിയേ, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലത്തെ കടലമാവാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. വളരെ നൈസ് ആയിട്ടുള്ളത്, ഒട്ടും തന്നെ കട്ടി ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഈ റെസിപ്പിക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നേരിയതുപോലത്തെ മാവാണ് നമുക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങ് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ കടലപ്പരിപ്പും ഇങ്ങനെ ഒന്ന് നൈസ് ആയിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടലമാവ് രണ്ടായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് കടലപ്പൊടി രണ്ടായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തു. അതിലിപ്പോ ഞാൻ ഒരു ഭാഗം ഇങ്ങനെയൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി, അതിപ്പോ ഇടിയപ്പത്തിന്റെ പൊടിയോ പത്തിരിപ്പൊടിയോ എന്തെങ്കിലും ആവാട്ടോ. അപ്പൊ ഞാൻ ഒരു വലിയ കപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ. നമുക്കിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം, ചൂടുവെള്ളം ഒന്നും വേണ്ട, തണുത്ത വെള്ളമാണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചൊഴിക്കുക, കുറെ ഒന്നും ഒഴിക്കുക. നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കത്തില്ലേ അതുപോലെ നമുക്കൊന്ന് കുഴച്ച് എടുക്കാം. അപ്പൊ നമ്മള് ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഓയില്, ഇത്തിരി ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി ഒന്ന് എടുക്കാം കേട്ടോ. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മുടെ രണ്ടാമത്തെ പാർട്ട് കടലപ്പൊടി അങ്ങ് എടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി തന്നെയാണ് കേട്ടോ, 1/2 കപ്പ് മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് കായപ്പൊടി, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ച് എടുക്കാം. അപ്പൊ നമ്മൾ
ഈ മാവും നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 മാവും നമ്മൾ കുഴച്ചിങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് കത്തിക്കാം കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഈ സമയത്ത് നമുക്കൊരു സേവനാഴി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സേവനാഴിയിലേക്ക് ചെറിയ ചില്ല് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ ഒന്ന് തടവി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഇങ്ങനെ അങ്ങ് എടുത്ത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി എടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ കുറച്ചൊന്ന് ഉണ്ടാക്കി നോക്കി, കറക്റ്റ് എണ്ണയുടെ പാകമൊക്കെ കറക്റ്റ് ആണെന്ന് അറിയാനായിട്ട് ഞാൻ കുറച്ചിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കാം. സേവനാഴി ഇങ്ങനെ എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ തിളച്ച എണ്ണയിലേക്ക് ഇതങ്ങ് കറക്കി ഇങ്ങനെ ഒന്ന് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് തിരിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വേണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ കളർ നമുക്ക് കുറച്ച് ഡാർക്ക് കളറായി പോകും. നമുക്ക് ഈ ഒരു മഞ്ഞ കളറ് കിട്ടിയെന്ന് വരില്ല. നോക്കേ, നല്ല മഞ്ഞ കളറായിട്ടാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മഞ്ഞ കഴിയുമ്പോൾ നമുക്കിനി റെഡും കൂടെ ഒന്ന് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് മിക്സ്ചറും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബോംബെ മിക്സ്ചർ, അതായത് മഞ്ഞ മിക്സ്ചർ ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ സാധാരണ എരിവെള്ള മിക്സ്ചർ കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സ്ചർ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒന്ന് പൊടിച്ചങ്ങ് എടുക്കാം. അപ്പൊ നമ്മൾ 2 ടൈപ്പ് മിക്സ്ചറും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേ നോക്കിയേ, മഞ്ഞ മിക്സ്ചർ എന്ന് പറയുന്നത് നമ്മളെ കളർ പൊടിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ടിട്ടാണ് കേട്ടോ ഈ കളർ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുളക് പൊടി ചേർത്തപ്പോഴാണ് നമുക്ക് ഈ എരിവെള്ള മിക്സ്ചറിന് ഈ ഒരു കളറും കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ആവശ്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആരും ഈ മഞ്ഞ മിക്സ്ചറിൽ നമ്മളെ കപ്പലണ്ടിയോ പൊട്ടുകടലയോ ഒന്നും തന്നെ ഇടാറില്ല അല്ലേ. നമ്മള് മസൂർ ദാലാണ്, അതായത് ചുവന്ന പരിപ്പാണ് നമ്മൾ ഇതിലേക്കൊന്ന് ഫ്രൈ ചെയ്ത് ഇടുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഈ ചുവന്ന പരിപ്പ് ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകി അങ്ങ് എടുത്തിട്ടുണ്ടേ. ഇതാ ചുവന്ന പരിപ്പാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഇനി ചുവന്ന പരിപ്പ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കുറച്ച് ചെറുപയർ എടുക്കുക. ചെറുപയർ ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി ഇങ്ങനെ എടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താലും മതി. അപ്പോൾ ഈ ഒരു ചുവന്ന പരിപ്പ് നമ്മുടെ വീടിന്റെ അടുത്തെ കടകളിലൊന്നും ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും കേട്ടോ. അപ്പോൾ ഞാൻ 2-3 കടയിൽ പോയപ്പോഴും എനിക്ക് ഇങ്ങനത്തെ പരിപ്പാണ് കേട്ടോ, ചുവന്ന പരിപ്പെന്നും പറഞ്ഞിട്ട് കിട്ടിയത്. ഇതുപോലത്തെ സീഡ്സ് ആണ് നമുക്ക് ആവശ്യം. അപ്പൊ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കുവാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആവശ്യമുള്ളവർക്ക് ഇത് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാം കേട്ടോ. ഈ ഒരു പരിപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് വെള്ളത്തിൽ നമ്മൾ കുതിർത്തി വെക്കുമ്പോഴാണ് ഈ ഒരു കളർ ആകുന്നതും അതുപോലെ തന്നെ കുറച്ച് ഇതൊന്ന് വീർത്ത് വരികയും ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ ഈ എരിവെള്ള മിക്സ്ചറിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കടലപ്പരിപ്പ് വെള്ളത്തിൽ 2 മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ച ഗ്രീൻ പീസും കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കപ്പലണ്ടിയും കൂടി നമുക്ക് ഫ്രൈ ചെയ്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഈ മസൂർ ദാൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ്ചറൊക്കെ വറുത്ത അതേ എണ്ണ തന്നെയാണ്. ഞാൻ എണ്ണ ഒന്ന് ഊറ്റി എടുത്തിട്ടുണ്ട്. അതായത് മിക്സ്ചറിന്റെ ആ ഒരു കുറേ അംശങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഊറ്റി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ ചുവന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസൂർ ദാൽ ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ആ ബബിൾസ് ഒക്കെ അങ്ങ് പോയി. നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നന്നായിട്ടിത് ഫ്രൈ ആയി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ മസൂർ ദാൽ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കോരി മാറ്റണേ കേട്ടോ. ഇതാ എണ്ണയിൽ നിന്ന് നമ്മളൊന്ന് കോരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നമ്മുടെ മഞ്ഞ മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പൊട്ടി എടുക്കാം, എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബേക്കറിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ബോംബെ മിക്സ്ചറിനോ മഞ്ഞ മിക്സ്ചറിനോ എന്ത് വേണമെങ്കിലും പറയാം ഇതിനെ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് കുറച്ച് ഗ്രീൻ പീസും കൂടെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 2 തരം മിക്സ്ചറും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് മഞ്ഞ മിക്സ്ചറാണ്. കുറച്ച് ഞാൻ വേപ്പില ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഞ്ഞ മിക്സ്ചർ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് എരിവിട്ട മിക്സ്ചറും. അതിൽ കുറച്ച് കപ്പലണ്ടി, കുറച്ച് കറിവേപ്പിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. ഇത് കടലപ്പരിപ്പാണ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചൂടായ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രീൻ പീസ് ആണ് കേട്ടോ. ഗ്രീൻ പീസും ഒന്ന് ഫ്രൈ ചെയ്തിട്ടു. പിന്നെ ഇത് വെളുത്തുള്ളിയാണ്, തൊലിയോടെ കൂടെ തന്നെയാണ് ഞാനൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തങ്ങ് എടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ 2 മിക്സ്ഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്